Hi all, welcome back to our channel. നമ്മൾ സർവേയിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും ഇൻസ്റ്റാഗ്രാം പേജിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the type of survey used to determine different strata of Earth's crust is. അതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ, ജിയോളജിക്കൽ സർവേ. അതായത് ടൈപ്പ് ഓഫ് സർവേ, അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എർത്ത് ക്രസ്റ്റിന്റെ ഡിഫറെന്റ് ലെയർ അല്ലെങ്കിൽ സ്ട്രാറ്റ ഡിറ്റർമൈൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് സർവേ ഏതാണെന്നുള്ളതാണ് ജിയോളജിക്കൽ സർവേ ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. പിന്നെ ബാക്കി നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ ഇന്ത്യ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുമ്പോൾ അതിന്റെ ബാക്കി തന്നേക്കുന്ന ഓപ്ഷൻസ് കൂടി, അതായത് തെറ്റായ ഓപ്ഷൻസിന്റെ എന്താണ് അതുമായിട്ടുള്ള കണക്റ്റഡ് ഫാക്ട് ഒന്നുകൂടി പഠിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ നമുക്ക് അത് നോക്കാം. മൈൻ സർവേ എന്താണ്? ഫോർ എക്സ്പ്ലോറിംഗ് ദ മിനറൽ വെൽത്ത്. അതായത് മിനറൽ വെൽത്ത് ഒക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന സർവേ ആണ് മൈൻ സർവേ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടോപ്പോഗ്രഫിക്കൽ സർവേ എന്ന് പറയുമ്പോൾ ലാൻഡ് സർവേക്കകത്ത് വരുന്നതാണ്. ഇതെന്ന് പറയുന്നത് എന്തിനാണ്? നാച്ചുറൽ ഫീച്ചേഴ്സ് ഡിറ്റർമൈനിങ് നാച്ചുറൽ ഫീച്ചേഴ്സ്, അതായത് റിവേഴ്സ്, ഫോറസ്റ്റ് ഹിൽസ് അതൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ, പിന്നെ മാൻമേഡ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നടത്തുന്ന സർവേ ആണ് ടോപ്പോഗ്രഫിക്കൽ സർവേ എന്ന് പറയുന്നത്. ഇനി ജിയോളറ്റിക് സർവേ അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിക്കൽ സർവേ എന്ന് പറയാം. ട്രിഗ്നോമെട്രിക്കൽ സർവേ വേറെ പേര് ചോദിച്ചിട്ടുണ്ട്. ട്രിഗ്നോമെട്രിക്കൽ സർവേ ഈ തന്നേക്കുന്നതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ക്ലാസിഫിക്കേഷൻ സർവേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും കാണും എല്ലാ എക്സാംസിലും. അപ്പൊ അതുകൊണ്ട് ഈ പോർഷൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കാം, ഏത് എക്സാം ആണ് ഇത്. ഓക്കെ, അപ്പൊ ജിയോളറ്റിക് സർവേ അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിക്കൽ സർവേ, അതായത് പ്രൈമറി ഡിവിഷൻസ് ഓഫ് സർവേക്കകത്ത് വരുന്നതാണ് ഈ ജിയോളറ്റിക് സർവേ. രണ്ട് ടൈപ്പ് ഓഫ് സർവേ ഉണ്ട്. ഏതാണ്? പ്ലെയിൻ സർവേയും ജിയോളറ്റിക് സർവേ. അപ്പൊ എന്താണ് ജിയോളറ്റിക് സർവേ എന്ന് പറയുന്നത്? ദ കർവേച്ചർ ഓഫ് എർത്ത് ഈസ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. അതായത് എർത്തിന്റെ കർവേച്ചർ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ, സർവേസിൽ എടുക്കുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് സർവേനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ജിയോളറ്റിക് സർവേ എന്ന് വിളിക്കാം. അപ്പൊ പ്ലെയിൻ സർവേ എന്താണ്? പ്രൈമറി ഡിവിഷൻസിനകത്ത് വരുന്നതാണ്. ഏതൊക്കെയാണ്? പ്ലെയിൻ സർവേയും ജിയോളറ്റിക് സർവേ. പ്ലെയിൻ സർവേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലാറ്റ് ആയിട്ട് തന്നെ, അതായത് എർത്തിന്റെ കർവേച്ചർ കൺസിഡർ ചെയ്യാത്ത സർവേ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ദ കർവേച്ചർ ഓഫ് എർത്ത് ഈസ് നോട്ട് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ എന്നാണെങ്കിൽ അതെന്താണ്? പ്ലെയിൻ സർവേ ആണ്. അതുപോലെ ജിയോളറ്റിക് സർവേ ലാർജ് ഏരിയാസിനാണ് ജിയോളറ്റിക് സർവേ യൂസ് ചെയ്യുന്നത്. എന്നാൽ പ്ലെയിൻ സർവേ ആണെങ്കിൽ സ്മോൾ ഏരിയാസിലാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഏരിയാസ് മോർ ദാൻ 260 കിലോമീറ്റേഴ്സ് വരെ നമ്മൾ ജിയോളറ്റിക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ലെസ് ദാൻ ആണെങ്കിൽ പ്ലെയിൻ ആയിരിക്കും. അപ്പൊ ഇതെല്ലാം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇത് കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? ജിയോളറ്റിക് സർവേ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ GTS ഡിപ്പാർട്ട്മെന്റ്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഡെറാഡൂൺ ആണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോയിന്റ് ഓൺ വിച്ച് both the foresight and backside readings are taken from the previous and new positions of instrument is. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, ചേഞ്ച് പോയിന്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ നേരത്തെ ആൻസർ വന്നു. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ദ പോയിന്റ് ഓൺ വിച്ച് ബോത്ത് ദ ഫോർസൈറ്റ് ആൻഡ് ബാക്സൈറ്റ്, അതായത് നമ്മൾ രണ്ട് റീഡിംഗ്, ഫോർസൈറ്റ് റീഡിങ്ങും ബാക്ക് സൈഡ് റീഡിങ്ങും എടുക്കുന്ന പോയിന്റിനെ നമുക്ക് എന്തെന്ന് പറയാം? ചേഞ്ച് പോയിന്റ് എന്ന് പറയാം. അതായത് ഇഫ് ബാക്ക് സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് റീഡിംഗ് ആണ് എടുക്കുന്നത്, ഫോർസൈറ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് റീഡിംഗ്. ഇപ്പൊ ഫോർസൈറ്റും ബാക്ക് സൈഡ് റീഡിങ്ങും എടുക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ചേഞ്ച് പോയിന്റ് ആണ്. അതായത് നമ്മൾ ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എടുക്കുന്നതാണ് ഫോർസൈറ്റ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ അവിടോട്ട് ഫോർസൈറ്റ് എടുക്കും, പിന്നെ നമ്മൾ ആ ഒരു പോയിന്റിൽ ബാക്ക് സൈറ്റും എടുക്കും. ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത് ഫോർസൈറ്റ് ആയിരിക്കും ചേഞ്ച് പോയിന്റിൽ എടുക്കുന്നത്. അപ്പൊ ബാക്ക് സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എടുക്കുന്ന റീഡിംഗ് ആണ്, പക്ഷെ ചേഞ്ച് പോയിന്റ് നമ്മൾ എടുക്കുന്ന ആദ്യത്തെ റീഡിംഗ് ഏതായിരിക്കും? ഫോർസൈറ്റ് ആയിരിക്കും. ഓക്കെ, ഫോർസൈറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് റീഡിംഗ് ആയിരിക്കും. ഒരു ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനിൽ നമ്മൾ എടുക്കുന്ന ലാസ്റ്റ് റീഡിംഗ് ആണ് ഫോർസൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോന്ന് എന്താന്ന് നോക്കാം. ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ റെഫറൻസ് പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ. നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റിന്റെ അതിന്റെ എലിവേഷൻ നമുക്ക് അറിയായിരിക്കും, ഒരു റെഫറൻസ് പോയിന്റ് ആയിരിക്കും. അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ബെഞ്ച് മാർക്ക് എന്ന് പറയാം. എ റിലേറ്റീവ്ലി പെർമനന്റ് ആൻഡ് ഫിക്സഡ് റെഫറൻസ് പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ എബോവ് ദ അസ്യൂംഡ് ഡേറ്റ. ഒരു ഡേറ്റ ഉണ്ടായിരിക്കും, ഒരു ഡേറ്റത്തിൽ നിന്നായിരിക്കും നമ്മൾ എപ്പോഴും എലിവേഷൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഹൈറ്റ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ കണ്ടുപിടിക്കും, മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനെ ആ ഒരു റിലേറ്റീവ്ലി പെർമനന്റ് ആൻഡ് ഫിക്സഡ് റെഫറൻസ് പോയിന്റിനെ നമുക്ക് എന്താ പറയാം? നമുക്ക് ഒരു അറിയാം, അവിടുത്തെ എലിവേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബെഞ്ച് മാർക്ക് എന്നാണ് വിളിക്കുന്നത്. നേരത്തെ ഡിറ്റർമൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിന്റെ എലിവേഷൻ. അപ്പൊ പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ അങ്ങനെ തന്നെ ബേസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആൻസർ എന്താണ്? ബെഞ്ച് മാർക്ക്. ഓക്കെ, ഇപ്പൊ ടൈപ്സ് ഓഫ് ബെഞ്ച് മാർക്ക് അതും ഇമ്പോർട്ടന്റ് ആണ്. GTS ബെഞ്ച് മാർക്ക്, പെർമനന്റ് ബെഞ്ച് മാർക്ക്, ആർബിട്രറി ബെഞ്ച് മാർക്ക്, ടെമ്പററി ബെഞ്ച് മാർക്ക്. ഏതൊക്കെയാണ് ടൈപ്സ്? GTS, പെർമനന്റ്, ആർബിട്രറി ആൻഡ് ടെമ്പററി ബെഞ്ച് മാർക്ക്. GTS എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ട്രിഗ്നോമെട്രിക്കൽ സർവേ ബെഞ്ച് മാർക്ക്. ദ ബെഞ്ച് മാർക്ക് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ സർവേ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നതാണ് GTS. ആ പേര് തന്നെ ഉണ്ട്, ഗ്രേറ്റ് ട്രിഗ്നോമെട്രിക്കൽ സർവേ.
at an interval of 100 kilometer. ഏത് ഇന്റർവെല്ലാണ്? 100 കിലോമീറ്ററിലാണ്. വിത്ത് റെസ്പെക്ട് ടു മീൻ സീ ലെവൽ അറ്റ് മുംബൈ ആസ് ഡേറ്റം. നമ്മുടെ ഡേറ്റം എന്ന് പറയുന്നത് മുംബൈ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്, മീൻ സീ ലെവൽ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിനെയാണ് GTS ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. GTS ബെഞ്ച് മാർക്ക് ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ്. ഇന്റർവെൽ എത്രയാണ്? 100 കിലോമീറ്റർ. ഓക്കെ, ഇനി പെർമനന്റ് ബെഞ്ച് മാർക്ക്. ദീസ് ആർ ബെഞ്ച് മാർക്ക് എസ്റ്റാബ്ലിഷ് ഇൻ ബിറ്റ്വീൻ ദി GTS ബെഞ്ച് മാർക്ക്. അതായത് ഈ നമ്മൾ എടുത്ത സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ബെഞ്ച് മാർക്സിന് ഇടയ്ക്ക്, GTS ബെഞ്ച് മാർക്സിന് ഇടയ്ക്ക് എന്ത് വെക്കുന്നു? കുറച്ച് ബെഞ്ച് മാർക്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? പെർമനന്റ് ബെഞ്ച് മാർക്ക്. ഇതൊക്കെ ആരൊക്കെയാണ് ചെയ്യുന്നത്? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് PWD അല്ലെങ്കിൽ അതർ എഞ്ചിനീയറിംഗ് ഏജൻസീസ് ഒക്കെയാണ് ഈ പെർമനന്റ് ബെഞ്ച് മാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്തൊക്കെയാവാം? പെർമനന്റ് പോയിന്റ്സ്, ചില പെർമനൻസ്, അതായത് കിലോമീറ്റർ സ്റ്റോൺ അല്ലെങ്കിൽ ബിൽഡിംഗ്സിന്റെ കോർണേഴ്സ് ഓഫ് പ്ലിങ്സ് ഓഫ് ബിൽഡിംഗ്, ടോപ്പ് ഓഫ് പാരപെറ്റ്സ് ഓഫ് ബ്രിഡ്ജ്, ഇതൊക്കെയാവാം പെർമനന്റ് ബെഞ്ച് മാർക്ക് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? ആർബിട്രറി ബെഞ്ച് മാർക്ക്. സ്മോൾ ലെവലിംഗ് വർക്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? ആർബിട്രറി ബെഞ്ച് മാർക്ക് ആയിരിക്കും. ആർബിട്രറി അല്ലെങ്കിൽ അസ്യൂംഡ് ബെഞ്ച് മാർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അസ്യൂംഡ്, ആർബിട്രറി അല്ലെങ്കിൽ അസ്യൂംഡ്. ഓക്കെ, അതായത് നമ്മളൊരു വെൽ ഡിഫൈൻഡ് പോയിന്റിലേക്ക് നമ്മളൊരു ബെഞ്ച് മാർക്ക് അസ്യൂം ചെയ്യുകയാണെങ്കിൽ എന്താ, അതിനെ നമുക്ക് എന്താ പറയാം? ആർബിട്രറി ബെഞ്ച് മാർക്ക് എന്ന് പറയാം. അതായത് നമ്മൾ വേറെ പോയിന്റ്സിന്റെ എലിവേഷൻ ഈ ഒരു ബെഞ്ച് മാർക്കിന് വിത്ത് റെഫറൻസ് ഈ ഒരു ബെഞ്ച് മാർക്ക് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ആ ടൈപ്പ് ബെഞ്ച് മാർക്ക് എന്ന് പറയാം ആർബിട്രറി അല്ലെങ്കിൽ അസ്യൂംഡ് ബെഞ്ച് മാർക്ക് എന്ന് പറയാം. ഫോർ സ്മോൾ ലെവലിംഗ് വർക്ക് എനി കൺവീനിയന്റ് വെൽ ഡിഫൈൻഡ് പോയിന്റ് മേ ബി അസ്യൂംഡ് ആസ് എ ബെഞ്ച് മാർക്ക്. ഓക്കെ, ഏതെങ്കിലും ഒരു വെൽ ഡിഫൈൻഡ് പോയിന്റ് നമ്മൾ എടുത്തിട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ്, അതിനെയാണ് ആർബിട്രറി അല്ലെങ്കിൽ അസ്യൂംഡ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. ഇനി ടെമ്പററി ബെഞ്ച് മാർക്ക്. ദ ബെഞ്ച് മാർക്സ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ഷോർട്ട് ഡ്യൂറേഷൻ. അതായത് നമ്മളിപ്പോ ഒരു ദിവസത്തെ വർക്ക് എൻഡ് ചെയ്തിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും തുടരണം. അങ്ങനത്തെ വർക്കിനെ നമുക്ക് എന്ത് ചെയ്യാം? ടെമ്പററി ബെഞ്ച് മാർക്സ് ഫിക്സ് ചെയ്യാം. അതിനെയാണ് ടെമ്പററി ബെഞ്ച് മാർക്സ് എന്ന് പറയുന്നത്. സച്ച് ആസ് the benchmarks which are established for short duration such as at the end of a day's work. The work should be resumed from these benchmarks. നമ്മൾ ഇന്ന് ആ ബെഞ്ച് മാർക്ക് എവിടെയാണോ ക്ലോസ് ചെയ്യുന്നത് അവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഒരു ടെമ്പററി ബെഞ്ച് മാർക്ക് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? അടുത്ത ദിവസം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ടെമ്പററി ബെഞ്ച് മാർക്കിൽ നിന്നായിരിക്കും. ഓക്കെ, അങ്ങനത്തെ ബെഞ്ച് മാർക്സ് എന്ന് പറയാം ടെമ്പററി ബെഞ്ച് മാർക്സ് എന്ന് പറയാം. നെക്സ്റ്റ്, ഡേറ്റം നമ്മൾ മുമ്പേ പറഞ്ഞു അല്ലെ? ഒരു ഇമാജിനറി അല്ലെങ്കിൽ ആർബിട്രറി അസ്യൂംഡ് ലെവൽ സർഫസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡേറ്റം എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരു പോയിന്റിന്റെ എബോവ് ആണെങ്കിൽ ഒരു പോയിന്റ് എബോവ് അല്ലെങ്കിൽ ബിലോ ആയിട്ടുള്ള ഒരു പോയിന്റിന്റെ എലിവേഷൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഡിറ്റർമൈൻ ചെയ്യുന്ന ആ ഒരു അസ്യൂംഡ് ഡേറ്റം വെച്ചിട്ടായിരിക്കും. അതിനെ നമുക്ക് എന്താ പറയാം? അസ്യൂംഡ് ലെവൽ സർഫസ് വെച്ചിട്ടായിരിക്കും. അതിനെ നമുക്ക് എന്താ പറയാം? ഡേറ്റം എന്ന് വിളിക്കാം. ഡേറ്റം ആരാണ് ഫിക്സ് ചെയ്യുന്നത്? ഗ്രേറ്റ് ട്രിഗ്നോമെട്രിക്കൽ സർവേ അല്ലെങ്കിൽ GTS ഡിപ്പാർട്ട്മെന്റ് ആണ്. എവിടെയാണ് നമ്മുടെ ഡേറ്റം എന്ന് പറയുന്നത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ സീ ലെവൽ അറ്റ് മുംബൈ അല്ലെങ്കിൽ ബോംബെ ഹൈ എന്ന് ചോദിച്ചിട്ടുണ്ട്. നേരത്തെ പഴയ ഏതായിരുന്നു? കറാച്ചിയിലായിരുന്നു ഓൾഡ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ 0 ആയിട്ട് അസ്യൂം ചെയ്തിട്ടാണ് ബാക്കി ഇതിനെ റെഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്തിന്റെ ഹൈറ്റ് പറയുന്നത് അല്ലെങ്കിൽ ഒരു എലിവേഷൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ അസ്യൂംഡ് ഡേറ്റം അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റം എന്ന് പറയുന്നത് ഏതാണ്? മീൻ സീ ലെവൽ അറ്റ് മുംബൈ ആണ്. അത് ഓർത്ത് വെച്ചേക്കാം. ഈ മീൻ സീ ലെവൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആവറേജ് ഹൈറ്റ് ഓഫ് ദ സീ ഫോർ ഓൾ സ്റ്റേജസ് ഓഫ് ടൈഡ്സ്. അതായത് ടൈഡ്സ് എടുത്തിട്ട് അതിന്റെ ആവറേജ് ഹൈറ്റ്, സീന്റെ ആവറേജ് ഹൈറ്റ്, ടൈഡ്സ് വരുമ്പോൾ ഉള്ള ആവറേജ് ഹൈറ്റ് സീന്റെ എടുത്തിട്ടാണ് മീൻ സീ ലെവൽ കണ്ടുപിടിക്കുന്നത്. അപ്പൊ എത്ര വർഷത്തെ എന്ന് ചോദിക്കാറുണ്ട്? 19 ഇയേഴ്സ്. ഈ കൊടുത്ത പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ 19 ഇയേഴ്സിലെ ആവറേജ് അവർലി ടൈഡ്സിന്റെ ആവറേജ് ആയിരിക്കും ഈ മീൻ സീ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഗ്രേറ്റ് ട്രിഗ്നോമെട്രിക്കൽ സർവേ ആണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. മീൻ സീ ലെവൽ അറ്റ് മുംബൈ. ദെൻ ആവറേജ് ഹൈറ്റ് ഓഫ് സീ ഫോർ ഓൾ സ്റ്റേജസ് ഓഫ് ടൈഡ്സ് ആണ് മീൻ സീ ലെവൽ എന്ന് പറയുന്നത്. എത്ര വർഷത്തെയാണ്? 19 ഇയേഴ്സിലെ ആവറേജ് ആണ് എടുക്കുന്നത്. ഓക്കെ, ഇനി ട്രൂ മെറിഡിയൻ അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ മെറിഡിയൻ. ഇത് ഇത്രയും നേരം നമ്മൾ ലെവലിംഗിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇതെന്ന് പറഞ്ഞാൽ കോമ്പസ് സർവേങ്ങിനകത്ത് വരുന്നതാണ് അല്ലെ? ഇതെന്താണ്? ടൈപ്സ് ഓഫ് മെറിഡിയൻസിനകത്ത് വരുന്ന ഒരു പോയിന്റ് ആണ് അല്ലെ? ഇമാജിനറി ലൈൻ ലൈങ് ഓൺ ദ എർത്ത് സർഫസ് പാസിംഗ് ത്രൂ ജോഗ്രഫിക്കൽ ട്രൂ ഓർ നോർത്ത് പോൾ ആൻഡ് പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ. അതായത് നമ്മുടെ ഒരു ഇമാജിനറി ലൈൻ ആണ് സർഫസിന്റെ ട്രൂ നോർത്തിലൂടെയും ട്രൂ സൗത്തിലൂടെയും പാസ് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈൻ ആയിട്ടാണ് നമ്മൾ ട്രൂ മെറിഡിയൻ അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ മെറിഡിയനെ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the bearing of line AB expressed in the direction A to B, then the bearing is. Then answer എന്താണ്? Forebearing of AB. Answer option A, forebearing of AB. നമ്മൾ forebearing എന്ന് പറയുമ്പോൾ നമ്മൾ ഫോർവേഡ് ഡയറക്ഷനിൽ എടുക്കുന്ന ആ ഒരു ആംഗിളിനെ നമുക്ക് എന്ന് വിളിക്കാം ഫോർബിയറിംഗ്. ഇങ്ങനെ ഫോർവേഡ് ഡയറക്ഷനിൽ എയിൽ നിന്ന് ബിയിലേക്ക് എടുക്കുന്നു.
അതായത് ഇൻ ഡയറക്ഷൻ എ ടു ബി ഇങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് ഫോർ ബിയറിംഗ് ഓഫ് എ ബി എന്ന് പറയാം. ഇനി ഇത് തിരിച്ചാണ് ചെയ്യുന്നതെങ്കിലോ, ഇതിപ്പോ ഇവിടെ വന്ന് വേറൊരു ബി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ വന്നില്ലേ, അപ്പൊ ഇനി ഈ റീഡിങ്ങിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ബിയിൽ നിന്ന് എയിലേക്ക് നോക്കുന്നതിനെ എന്ത് വിളിക്കും? ബാക്ക് ബിയറിംഗ് ഓഫ് എ ബി എന്ന് വിളിക്കും. ബാക്ക് ബിയറിംഗ് ഓഫ് എ ബി എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഫോർ ബിയറിംഗ് ഓഫ് ബി എ എന്നും വിളിക്കാം. ഇതിനെ എ ബിന്റെ ബാക്ക് ബിയറിംഗ് ആണ് ഇതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തെന്നും പറയാം, ബിയിൽ നിന്ന് എയിലോട്ടല്ലേ ഡയറക്ഷൻ, ഫോർവേഡ് ഡയറക്ഷനിലല്ലേ, അപ്പൊ നമുക്ക് ഫോർ ബിയറിംഗ് ഓഫ് ബി എന്ന് പറയാം. അതായത് ഇത് രണ്ടും ഈക്വൽ ആണ്. ബാക്ക് ബിയറിംഗ് ഓഫ് ഇ ബി അല്ലെങ്കിൽ ഫോർ ബിയറിംഗ് ഓഫ് ബി എ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഇപ്പൊ ഫോർ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ഡയറക്ഷനിൽ എടുക്കുന്നത്, മറ്റേത് ബാക്ക്വേർഡ് ആയിട്ട് എടുക്കുന്നത് ബാക്ക് ബിയറിംഗ്. ബാക്ക് ബിയറിംഗ് ഓഫ് എ ബി എന്ന് പറയുന്നതും ഫോർ ബിയറിംഗ് ഓഫ് ബി എ എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. അതുകൂടെ അറിഞ്ഞിരിക്കുക. ഇനി ഫോർ ബിയറിംഗ് തന്നിട്ടുണ്ടെങ്കിൽ ബാക്ക് ബിയറിംഗ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഫോർ ബിയറിംഗ് ലെസ് ദാൻ 180 ഡിഗ്രി ആണെങ്കിൽ പ്ലസ് 180 ഡിഗ്രി ചെയ്താൽ നമുക്ക് ബാക്ക് ബിയറിംഗ് കിട്ടും. ഇനി ഫോർ ബിയറിംഗ് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ആണെങ്കിൽ എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. 180 ഡിഗ്രി മൈനസ് ചെയ്യാം. ഫോർ ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180, അതായത് ഫോർ ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രി ആണ് ബാക്ക് ബിയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി റെഡ്യൂസ്ഡ് ബിയറിംഗ് അല്ലെങ്കിൽ ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റം, അതായത് നമുക്ക് രണ്ട് സിസ്റ്റംസ് ഓഫ് ബിയറിംഗ് ഉണ്ട്, ഹോൾ സർക്കിൾ ബിയറിംഗും റെഡ്യൂസ്ഡ് ബിയറിംഗും. അപ്പൊ റെഡ്യൂസ്ഡ് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയറിംഗ് ഓഫ് എ ലൈൻ ഈസ് മെഷർഡ് ടുവേർഡ്സ് ഈസ്റ്റ് ഓർ വെസ്റ്റ് ഫ്രം നോർത്ത് ഓർ സൗത്ത് വിച്ചെവർ ഈസ് നിയറർ. അതായത് ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. ഓക്കെ. അപ്പൊ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? നമ്മളൊരു ബിയറിംഗ്, ഒരു ലൈൻ്റെ ഇവിടെ ആണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും മെഷർ ചെയ്യുന്നത്? ഇങ്ങനെയായിരിക്കും മെഷർ ചെയ്യുന്നത്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അപ്പൊ നോർത്ത് ഈസ്റ്റ്, ഈസ്റ്റ്, ഓക്കെ, ടുവേർഡ്സ് ഈസ്റ്റിലോട്ടായിരിക്കും മെഷർ ചെയ്യുന്നത്. ഇനി ഈ ലൈൻ ഇവിടെ ആണെങ്കിലോ, സെക്കൻഡ് ക്വാർട്ടറിലാണെങ്കിലോ, ഇവിടെ ഇങ്ങോട്ട് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇപ്പൊ സൗത്ത് ഈസ്റ്റ് എന്ന് വരും. ഓക്കെ. ഇനി ഇവിടെ ആണെങ്കിൽ വെസ്റ്റിലോട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സൗത്ത് ഏതാണ് അടുത്ത് കിടക്കുന്നത് അവിടുന്ന് വേണം നമ്മൾ മെഷർ ചെയ്യാൻ. നോർത്ത് ആണോ സൗത്ത് ആണോ അടുത്ത് കിടക്കുന്നത് നോക്കുക. ഇനി ഇവിടെ ആണെങ്കിൽ നോർത്തിൽ നിന്ന് മെഷർ ചെയ്യും. ഓക്കെ. ഇതാണ് റെഡ്യൂസ്ഡ് ബിയറിംഗ് എന്ന് പറയുന്നത്. ഹോൾ സർക്കിൾ ബിയറിംഗ് ആണെങ്കിലോ, ഹോൾ സർക്കിൾ ബിയറിംഗ് ആണെങ്കിൽ എപ്പോഴും നോർത്തിൽ നിന്ന് തന്നെ ആയിരിക്കും. നമ്മൾ ഇവിടെ ആണെങ്കിലും ഒക്കെ മെഷർ ചെയ്യുന്നത് നോർത്തിൽ നിന്ന് തന്നെ ആയിരിക്കും. ഓക്കെ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ റെഡ്യൂസ്ഡ് ബിയറിംഗിൽ നോർത്ത് ആൻഡ് സൗത്ത് ആർ യൂസ്ഡ് ആസ് റെഫറൻസ് മെറിഡിയൻസ് ആൻഡ് ദ ഡയറക്ഷൻ ക്യാൻ ബി either ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ്. ഹോൾ സർക്കിൾ ബിയറിംഗ് ആണെങ്കിലോ മൊത്തം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മെഷർ ചെയ്യുന്നത്. അതുപോലെ എന്താ വരിക? ഹോൾ സർക്കിൾ ബിയറിംഗ് ആണെങ്കിൽ ഏത് കോമ്പസ് ടൈപ്സ് ഓഫ് കോമ്പസിലാണ് യൂസ് ചെയ്യുന്നത്? പ്രിസ്മാറ്റിക് കോമ്പസിലും റെഡ്യൂസ്ഡ് ബിയറിംഗ് സർവേസ് കോമ്പസിലാണ് യൂസ് ചെയ്യുന്നത്. അതും ചോദിക്കാറുണ്ട്, ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ അഡ്വാൻറ്റേജ് ഓഫ് പ്ലെയിൻ ടേബിളിംഗ് ഈസ്. പ്ലെയിൻ ടേബിളിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ചാൻസസ് ടു മിസ് ഡീറ്റെയിൽസ് ആർ ലെസ്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു മെഷർമെന്റോ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ മിസ് ആവാനുള്ള ചാൻസ് കുറവാണ്. അതായത് നമ്മൾ പ്ലോട്ടിങ്ങും ഫീൽഡിങ്ങും, അതായത് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നതും ഒബ്സർവേഷൻസ് എടുക്കുന്നതും എല്ലാം, റീഡിങ്സ് എടുക്കുന്നതും എല്ലാം എന്ത് തന്നെയാണ്? അവിടെ ഇരുന്നുകൊണ്ട് തന്നെ തന്നെയാണ് അല്ലെ. അതായത് നമ്മൾ അവിടെ നിന്ന് മെഷർ ചെയ്യുന്നു, എന്നിട്ട് അത് ആ ഒരു ഷീറ്റിലേക്ക് വരച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡീറ്റെയിൽസ് മിസ് ആവാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജസ് നോക്കുക. റാപ്പിഡ് മെത്തേഡ് ആണ്. നോട്ട്സ് ഓഫ് മെഷർമെന്റ്സ് ആർ നോട്ട് റിക്വയർഡ്. അതായത് ഒരു മെഷർമെന്റ് നോട്ട്സ് നമുക്ക് ഫീൽഡ് ബുക്കിന്റെ ആവശ്യമില്ല അല്ലെ. പോസിബിലിറ്റി ഓഫ് മിസ്റ്റേക്സ് ഇൻ ബുക്കിംഗ് ഈസ് എലിമിനേറ്റഡ്. നമുക്ക് ഒരു മിസ്റ്റേക്സ് വരാനുള്ള ചാൻസും കുറവാണ് അവിടുന്ന് തന്നെ വരയ്ക്കുമായതുകൊണ്ട്. ദ ആംഗിൾസ് ആൻഡ് ലീനിയർ മെഷർമെന്റ് ആർ നോട്ട് ഒബ്സർവ്ഡ് സിൻസ് ദേ ആർ ഒബ്റ്റൈൻഡ് ഗ്രാഫിക്കലി. നമ്മൾ ഗ്രാഫിക്കലി കിട്ടുന്നതുകൊണ്ട് ആംഗിളും ലീനിയർ മെഷർമെന്റ്സ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നില്ല. മാപ്പ് ഈസ് പ്ലോട്ടഡ് ഇൻ ദ ഫീൽഡ്. ദർ ഇസ് നോ പോസിബിലിറ്റി ഓഫ് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഓഫീസ് വർക്ക് കുറവായിരിക്കും, അതായത് നമുക്ക് ഫീൽഡിൽ നിന്ന് തന്നെ ചെയ്തു പോവുകയാണ്. യൂസ്ഫുൾ ഇൻ മാഗ്നറ്റിക് ഏരിയാസ് യൂസ്ഫുൾ ആയിരിക്കും. ചീപ്പർ ദാൻ തിയോഡലൈറ്റ്. നോ ഗ്രേറ്റ് സ്കിൽ നീഡഡ്. ഓക്കെ, ഇത്രയാണ് പ്ലെയിൻ ടേബിളിങ്ങിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഡിസ്അഡ്വാൻറ്റേജസ് ആണെങ്കിൽ ലെസ് ആക്യുറസി ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഇൻസ്ട്രുമെന്റ്സ് ക്യാരി ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. പിന്നെ ഇതൊരു വേറൊരു സ്കെയിലേക്ക് നമുക്ക് റീപ്ലോട്ട് ചെയ്യണമെങ്കിലും ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം ഫീൽഡ് ബുക്ക് ഇല്ല, മെഷർമെന്റ്സ് നമ്മൾ പ്ലോട്ട് ചെയ്ത് എഴുതി വെക്കുന്നില്ല എങ്ങും. അതൊക്കെ എന്തിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. നോട്ട് യൂസ്ഡ് ഫോർ ലാർജ് സ്കെയിൽ സർവീസ്. ലാർജ് സ്കെയിൽ സർവീസിന് നമ്മൾ ആക്യുറേറ്റ് വർക്ക്സിനൊന്നും നമ്മൾ ഇത് യൂസ് ചെയ്യാറില്ല. ഇൻസ്ട്രുമെന്റ് ഹെവി ആണ്, ഒരുപാട് ആക്സസറീസ് ഉണ്ട്. ഓക്കെ, ദെൻ നോട്ട് സ്യൂട്ടബിൾ ഫോർ വെറ്റ് ക്ലൈമറ്റ്. വെറ്റ് ക്ലൈമറ്റിൽ, അതായത് റെയിനി സീസണിലൊന്നും ഒന്നും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. റെയിനി സീസണിലൊന്നും ഈ ഒരു പ്ലെയിൻ ടേബിളിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കനോട്ട് ബി ഡൺ ഇൻ ഡെൻസ് വുഡഡ് ഏരിയാസ്. ഡെൻസ് വുഡഡ് ഏരിയാസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഡേ ടൈമിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ ഒരു സർവേ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ്. അതോടെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the magnetic bearing of sun at noon was 140 degree. The magnetic declination is. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? മാഗ്നറ്റിക് ബിയറിംഗ് തന്നിട്ടുണ്ട് അല്ലെ.
140 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട് മാഗ്നറ്റിക് ബിയറിംഗ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? മാഗ്നറ്റിക് ഡിക്ലിനേഷൻ കണ്ടുപിടിക്കണം. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ മാഗ്നറ്റിക് ബിയറിംഗ് തന്നിട്ടുണ്ട്, മാഗ്നറ്റിക് ഡിക്ലിനേഷൻ കണ്ടുപിടിക്കണം. നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ അല്ലെ, ട്രൂ ബിയറിംഗ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. പക്ഷെ ഇവിടെ ട്രൂ ബിയറിംഗ് തന്നിട്ടില്ല. അതിന് വരെ എന്താണ് ഒരു ഹിന്റ് തന്നേക്കുന്നത്? മാഗ്നറ്റിക് ബിയറിംഗ് സൺ അറ്റ് നൂൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. സൺ അറ്റ് നൂൺ ആണെങ്കിൽ ട്രൂ ബിയറിംഗ് നമുക്ക് ഏതൊക്കെ ആയിട്ട് എടുക്കാം? 180 ഡിഗ്രി അല്ലെങ്കിൽ 360 ഡിഗ്രി ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഏത് എടുക്കണം എന്നുള്ളത് നോക്കേണ്ടതെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന വാല്യൂ ആണ് നോക്കേണ്ടത്. മാഗ്നറ്റിക് ബിയറിംഗ് 140 ഡിഗ്രി അല്ലേ, അപ്പൊ 180 ഡിഗ്രിയോട് അടുത്താണ് വരുന്ന വാല്യൂ ആണ്. അപ്പൊ എന്ത് ചെയ്യുക? ട്രൂ ബിയറിംഗ് 180 ഡിഗ്രി എടുക്കുക. ഇനി ഒരു 345 അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക? 360 ഡിഗ്രി ട്രൂ ബിയറിംഗ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ട്രൂ ബിയറിംഗ് നമുക്കറിയാം എത്രയാണ്? 180 ഡിഗ്രി ആണ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ട്രൂ ബിയറിംഗ് 180 ഡിഗ്രി, മാഗ്നറ്റിക് ബിയറിംഗ് 140 ഡിഗ്രി പ്ലസ് ഓർ മൈനസ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. പ്ലസ് ഓർ മൈനസ് എന്താണെന്ന് ഞാൻ പറയാം. അപ്പൊ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ കിട്ടാൻ എന്ത് ചെയ്യണം? ഇതിനെ പുറത്തോട്ട് കൊണ്ടുവന്ന് മൈനസ് ചെയ്യണം. 180 ഡിഗ്രി മൈനസ് 140 ഡിഗ്രി എത്രയാണ് വരിക? 40 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഇനി എന്താ വേണ്ടേ? ഓപ്ഷനിൽ നോക്കിയാൽ ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, നോർത്ത് ഇങ്ങനെയുണ്ട്. അപ്പൊ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ നമ്മൾ എപ്പോഴും ഡയറക്ഷനോട് ചേർത്താണ് പറയുന്നത്. ഒന്ന് ഈസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റ്. ഈസ്റ്റ് ആവുന്ന എപ്പോഴാണ്? പ്ലസ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ പ്ലസ് ആണെങ്കിൽ എന്തായിരിക്കും? ഈസ്റ്റ് ആയിരിക്കും. പ്ലസ് ആണെങ്കിൽ ഈസ്റ്റ്, മൈനസ് ആണെങ്കിൽ വെസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ 40 ഡിഗ്രി ഈസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഇക്വേഷൻ എടുക്കുമ്പോഴേ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് തന്നേക്കുന്ന മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഈസ്റ്റ് ആണെങ്കിൽ പ്ലസ് കൊടുക്കുക, മാഗ്നറ്റിക് ഡിക്ലിനേഷൻ വെസ്റ്റ് ആണ് തന്നേക്കുന്നതെങ്കിൽ മൈനസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഞങ്ങളെ ലൈക്കിലൂടെ അറിയിക്കുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായം കമന്റ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതേസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനകത്തുനിന്ന് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.